students, welcome back to our online classes. So I hope all of you are well prepared in our last section. What we have learned in our last section. ഓരോ ക്ലാസ്സിൻ്റെ തുടക്കത്തിലും കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് വീഡിയോസ് കൃത്യമായി കാണുന്നു എന്ന് അറിയില്ല. വീഡിയോസ് കഴിവതും കൃത്യമായി നിങ്ങൾ കാണണം. കാരണം അത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്കറിയാം ഈ സിറ്റുവേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെയുള്ള പോംവഴി ഓൺലൈൻ ക്ലാസ് മാത്രമാണ്. സോ കോപ്പറേറ്റ് വിത്ത് അസ്, വി ആർ വിത്ത് യു. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് ബേസിക് ഡെഫിനേഷൻസും വെർട്ടിക്കലി ഓപ്പോസിറ്റും അതൊക്കെ വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്തത്. ലാസ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് ആണ് ചെയ്തത്. സോ ഡു മോർ പ്രോബ്ലംസ് ടു ക്ലാരിഫൈ ദ സെക്ഷൻ. ഓക്കെ, അവർ സെക്കൻഡ് സെക്ഷൻ transversal and parallel lines. Okay, we can move on to our second section. So our heading, parallel lines and transversal. You already studied this heading and all the things in 7th standard, the same chapter, lines and angles. Okay, parallel lines എന്താണ്, parallel lines transversal meet ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന angles എന്താണ്, അവരുടെ properties എന്താണ്, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. And you do many problems on that. We just recollecting the things and do some advanced level problems in 9th standard. So what do you mean parallel lines and transversal? What do you mean parallel lines? Parallel lines. Can you say one example for parallel line in our daily life? Just one simple one. പാരലൽ ലൈൻസ് എന്നുള്ള ഹെഡിങ് 6th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുമ്പോഴും അതിന് ആദ്യം കൊടുക്കുന്ന എക്സാമ്പിൾ റെയിൽവേ ട്രാക്ക് അല്ലേ. ഡെയിലി ലൈഫ് എക്സാമ്പിൾ റെയിൽവേ ട്രാക്ക്. ഓക്കെ, is it a parallel line? Yes. Is it a parallel line? No. Parallel line means do not meet each other അല്ലേ. രണ്ട് ലൈൻസ് പരസ്പരം കൂട്ടിമുട്ടാതെ പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാരലൽ ലൈൻസ്. പക്ഷേ ഈ ലൈൻസ് എന്താണ്, ഇസ് ഇന്റർസെക്റ്റ്. സോ ദിസ് ഇസ് നോട്ട് പാരലൽ, ദിസ് ഇസ് പാരലൽ ലൈൻ. പാരലൽ ലൈൻ മീൻസ് two lines do not meet each other and going on is called parallel lines. Next, what will be transversal? Transversal. What do you mean transversal? ട്രാൻസ്വേഴ്സലിൻ്റെ ഫോമൊക്കെ കണ്ടിട്ടുണ്ടായില്ലേ, ഇങ്ങനെ മീറ്റ് ചെയ്തൊക്കെ പോകുന്നത്. ഇത് ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സൽ മീൻ എ സ്ട്രൈറ്റ് ലൈൻ വിച്ച് മീറ്റ്സ് two or more straight lines at distinct points is called transversal. Two straight lines, and this is one straight line, which means distinct points or two or more straight അല്ലേ. രണ്ടോ അതിൽ കൂടുതലോ സ്ട്രൈറ്റ് ലൈൻസിനെ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്ന ഈ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. So transversal means a straight line which means two or more straight lines at distinct points, that is called transversal. So parallel line and transversal, the heading പഠിച്ചിട്ടുള്ളതാണ്. Next we going to check what are the angles formed when two parallel line meet by a transversal. No, just two line meet by a transversal. രണ്ട് ലൈൻസ് ഒരു ട്രാൻസ്വേഴ്സൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. Okay, here two lines, L and M, two lines, two straight lines, and PQ is a transversal here. PQ is a transversal. Okay, now we are going to check what are the angles formed two line cut by a transversal. രണ്ട് ലൈനിൽ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, first one, corresponding angles. Second one, alternate interior angles. Third one can three names:
We can say interior opposite angles and the most commonly called co-interior angles. Co-interior angles. നമ്മൾ ഈ ബേസിക് ഡെഫിനേഷൻസ് ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളതല്ല. ഏതൊക്കെ ആംഗിൾസ് ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എനി ടു ലൈൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ പാരലൈൻ വരുമ്പോഴുള്ള പ്രോപ്പർട്ടീസ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. തിരിച്ച് പാരലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടിയും പറയും. അതിനുശേഷം മാത്രമേ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കയറുകയുള്ളൂ. സോ ഫസ്റ്റ് വൺ കറസ്പോണ്ടിങ് ആംഗിൾസ്. സോ കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ, co-interior angles. ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ഒക്കെ നമുക്ക് പറയാം, പക്ഷേ നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ മാത്രം മതി. ഓക്കെ, നമ്മൾ പഠിക്കുന്ന പ്രോബ്ലങ്ങളും പ്രൂഫും എല്ലാം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ വെച്ച് മാത്രമുള്ളതാണ്. സോ ഫസ്റ്റ് വൺ കറസ്പോണ്ടിങ് ആംഗിൾ. വാട്ട് ഈസ് കറസ്പോണ്ടിങ് ആംഗിൾ? Corresponding and correspondence means ഒരു തുല്യത അല്ലേ? That means കൃത്യമായ സ്ഥാനം. That means ആംഗിൾ 1 ഹിയർ. ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ചോദിച്ചാൽ ആംഗിൾ 1ന്റെ പൊസിഷൻ നോക്കുക. ലൈനും ട്രാൻസ്വേഴ്സിലും കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇവിടുത്തെ ഫസ്റ്റ് ആംഗിൾ ഇല്ലേ, ഈ പൊസിഷനിൽ വരുന്ന ആംഗിൾ. താഴെ ലൈനും ട്രാൻസ്വേഴ്സിലും കട്ട് ചെയ്യുമ്പോൾ അതേ പൊസിഷനിൽ വരുന്ന ആംഗിൾ ഏതാണ്? 5 അല്ലേ? സോ ആംഗിൾ 1ന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതായിരിക്കും? ആംഗിൾ 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ 3യുടെ ഏതായിരിക്കും? ലൈൻ കട്ട് ബൈ ട്രാൻസ്വേഴ്സിൽ താഴെയാണ് വന്നിരിക്കുന്നത്. ലൈൻ കട്ട് ബൈ ട്രാൻസ്വേഴ്സ് അതേ പൊസിഷനിൽ വന്നിരിക്കുന്ന ഏതാ? 7. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾ മീൻസ് ഒരേ പൊസിഷനിൽ വരുന്നത്, സമസ്ഥാനീയമായിരിക്കണം. എക്സാക്റ്റ് മലയാളം വേർഡാണ് സമസ്ഥാനീയം. സോ കറസ്പോണ്ടിങ് ആംഗിൾ കൃത്യമായ സ്ഥാനത്ത് വരുന്ന ആംഗിൾസ്. നമുക്ക് ആംഗിൾ ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ മതി, അല്ല ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ല. സോ കറസ്പോണ്ടിങ് ആംഗിൾസിന്റെ പേഴ്സ് ഒന്ന് എഴുതാൻ. ആംഗിൾ 1ന് കറസ്പോണ്ടിങ് ആംഗിൾ 5 ആയിരിക്കും. അടുത്തതോ ആംഗിൾ 2ഉം ആംഗിൾ 6ഉം ആയിരിക്കും. നെക്സ്റ്റ് ആംഗിൾ 3യും ആംഗിൾ 7ഉം ആയിരിക്കും. നെക്സ്റ്റ് ആംഗിൾ 4ഉം ആംഗിൾ 8ഉം ആയിരിക്കും. These are the corresponding angles here. Okay. Next, alternative interior angles. ആ പേര് തന്നെ ഉണ്ട് ഇന്റീരിയർ ആംഗിൾസ്, though that include the inside. സോ നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ. ഓൾട്ടർനേറ്റ് മീൻസ് ഒന്ന് കഴിഞ്ഞെന്നാണ് അർത്ഥം. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ കാണാൻ look at here. 3. ആംഗിൾ 3യുടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് സൈഡ് ഇപ്പുറത്തേ വരും, സെയിം സൈഡിൽ വരില്ല. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ എന്ന് പറയുമ്പോൾ 4 അല്ല 5 ആണ്. ഈ ക്രോസ് ലൈൻ വെച്ചായിരിക്കും വരുന്നത്. 3 and 5. This is called alternate interior. So 3യുടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആണ് 5. അപ്പോൾ 4ന്റെ ഏതായിരിക്കും? 6. ആംഗിൾ 4 and ആംഗിൾ 6. നെക്സ്റ്റ് co-interior ആംഗിൾ. അകത്ത് ഒരേ ഡയറക്ഷനിൽ വരുന്നത്, അതാണ് co-interior ആംഗിൾ. ആംഗിൾ 3 and ആംഗിൾ 6, ആംഗിൾ 4 and ആംഗിൾ 5. സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് താഴെ. 3 ആണെങ്കിൽ 5, 4 ആണെങ്കിൽ 6. co-interior ആംഗിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് താഴെ ആയിരിക്കും. 3ക്ക് 6ഉം 4ന് 5 ആയിരിക്കും. സോ ഈ നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ല. ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ കണ്ടത് 2 ലൈൻ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സ്. നെക്സ്റ്റ് 2 പാരലൈൻ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സ്. അല്പം പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ കണ്ട് കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആൻഡ് വിച്ച് ആംഗിൾ? co-interior ആംഗിൾ. സോ 2 പാരലൈൻ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ, then there are 3 properties. Corresponding angles. Angles are always equal. Similarly, alternative
interior angles are always equal. Next, co-interior angles are supplementary. So, two line cut by a transverse. രണ്ട് ലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്താൽ ജസ്റ്റ് ആംഗിൾ ഫോം ചെയ്തൊക്കെ ആംഗിൾസ് ആണേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ രണ്ട് പാരലൈനെയാണ് ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിളിനും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിളിനും കോഇന്റീരിയർ ആംഗിളിനും സം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ്. സോ ഇഫ് യു ടേക്ക് ആംഗിൾ 1 ഹിയർ, ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ് എന്ത്? ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നു 2 എടുത്തു. സോ 1 ഉം 2 എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ. 2 പാരലൈൻ, ഇത് രണ്ടും പാരലൈൻ ആണെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആയിരിക്കും. നേരത്തെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല, 1ന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ആംഗിൾ 2 എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ പക്ഷേ 2 ലൈൻ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ, സോറി 2 ലൈൻ കട്ട് ബൈ ദ പാരലൈൻ ആണെങ്കിൽ, നേരത്തെ വെറും 2 ലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. പാരലൈനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഉം 2 എന്തായിരിക്കും? ഈക്വൽ ആണ് അല്ലേ? ഞാനിവിടെ വേറൊരു ആംഗിൾ എടുത്തു, 3 ഉം 2 ഉം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. 3 ഉം 2 എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ഇനി രണ്ട് പാരലൈനെ കട്ട് ചെയ്യുമ്പോഴാണ് 3 ഉം 2 ഉം കിട്ടുന്നതെങ്കിൽ ഈ 3 ഉം 2 ഉം ഈക്വൽ ആയിരിക്കും. Alternate interior angles are always equal when two parallel line cut by a transversal. 2 line cut by a transversal അല്ല, 2 parallel line cut by a transversal ആണ് ഈ പ്രോപ്പർട്ടി. നെക്സ്റ്റ്, പിന്നെ ഞാനൊരു 4 എടുത്തു. 3 ഉം 4 എന്താണ്? നമ്മൾ പറഞ്ഞു 3 ഉം 4 ഉം കോ ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ? സോ രണ്ട് പാരലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉള്ള കോ ഇന്റീരിയർ ആംഗിൾ ആണ് 3 ഉം 4 ഉം എങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി ഇതാണ്. കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. സപ്ലിമെന്ററി എന്താണെന്ന് നമുക്കറിയാം. എന്താ സപ്ലിമെന്ററി? മീൻസ് സം ഓഫ് ദാറ്റ് ആംഗിൾസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ ടു പാരലൈൻ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ, രണ്ട് പാരലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മേക്ക് ചെയ്യപ്പെടുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഓൾവേസ് ഈക്വൽ, alternate interior angles always equal, and co-interior angles are supplementary. Okay, so നമ്മളിപ്പോൾ പറഞ്ഞ ജസ്റ്റ് റിവേഴ്സ്. ജസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തി എന്താ? ടു പാരലൈൻ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ, then the forming corresponding angles are equal, forming alternative interior angles are equal, forming co-interior angles are supplementary. ഇല്ലേ? രണ്ട് പാരലൈനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്താൽ ഈ 3 പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ഇനി ചെക്കിംഗ് ഫോർ പാരലൈൻ, പാരലൈൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇത് നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? 7th സ്റ്റാൻഡേർഡ് ലൈൻസ് ആൻഡ് ആംഗിൾ ചാപ്റ്റർ ലാസ്റ്റ് സെക്ഷൻ, ചെക്കിംഗ് ഫോർ പാരലൈൻസ്, 3 ക്രൈറ്റീരിയ. സോ റിവേഴ്സ് ആയിട്ടുള്ള പറയാം, നമുക്ക് ജസ്റ്റ് പറയാനേ ഉള്ളൂ. Two lines cut by a transversal, 2 line cut by a transversal, രണ്ട് ആംഗിൾ ഉണ്ടാവുകയാണ്. ഇവിടെ എക്സും ഒരു വൈയും. നമുക്കറിയാം ദീസ് ആർ ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ഹിയർ. ഞാൻ പാരലൈൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. 2 line cut by transversal, x and y are corresponding angles. If the corresponding angles are equal, L and M, the name for that lines. If the corresponding angles x and y are equal, then L parallel to M, L parallel to M. So reverse ആയിട്ട് പാരലൈനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഈക്വൽ ആണ്, ഓൾട്ടർനേറ്റീവ് ഈക്വൽ ആണ്, കോഇന്റീരിയർ ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി തിരിച്ച് 2 line കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ, 2 ലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോഴുള്ള കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ 2 ലൈൻസും പാരലൽ ആയിരിക്കും. നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ മതി. അതേപോലെ തന്നെ 2 line cut by a transversal, then the forming pair of alternative interior angles are equal, then the lines are parallel. Parallel ആണോ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. തേർഡ് മെത്തേഡ്, 2 line cut by a transversal, if the pair of co-interior angles are supplementary, that means their sum is 180 degree, then the given
lines are parallel. Okay, so രണ്ട് ലൈനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അത് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അത് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ ആ ലൈൻസ് ആ പാരലൽ. ഓക്കെ ഓക്കെ, നമുക്ക് ഇത്രയും നേരം പഠിച്ച ഡെഫിനേഷൻസും പ്രോപ്പർട്ടീസും ഒക്കെ വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നവരും സെക്ഷൻസ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ഷോ ദാറ്റ് എ ബി പാരലൽ ടു സി ഡി. ഓക്കെ, സോ എക്സും വൈ ആദ്യം കണ്ടുപിടിക്കാം. പെട്ടെന്ന് കിട്ടുന്ന നമുക്ക് ജസ്റ്റ് എക്സും വൈയും കിട്ടിയാൽ ഓക്കെ, വൈ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ വൈ കിട്ടും അല്ലേ. ആംഗിൾ വൈ ഡയറക്റ്റ് പറയാം, ആംഗിൾ വൈ ഈക്വൽ ടു 130 degree. What is the reason? Vertically opposite angles. This CD and this transversal intersect at this point, therefore y equal to 130 degree. And from here we know that angle x plus 50 equal to 180 degree. Reason? Linear pair. ഇല്ലേ, ഇത് രണ്ടും linear pair ആണ്. Therefore angle x equal to 180 minus 50, angle x equal to 130 degree. So x in കിട്ടി, y in കിട്ടി. Then show that AB parallel to CD. ഇത് parallel ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാം parallel ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. There are three ways. If the forming corresponding angles are, a pair of corresponding angles are equal, then the lines are parallel. A pair of alternative interior angles are equal, then the lines are parallel. A pair of co-interior angles are supplementary, then the lines are parallel. ഇവിടെ ഏതാണ് പോസിബിൾ നോക്കാം. We know the values of x and y. x and y, ഇവിടെ x ഉം y എന്താണ്? Alternative interior angles ആണ് അല്ലേ. So x ഉം y ഉം നമുക്ക് ചെക്ക് ചെയ്യാം. ആംഗിൾ x ഉം ആംഗിൾ y ഉം ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ x ഈക്വൽ ടു ആംഗിൾ y അല്ലേ, രണ്ടും 130 ഡിഗ്രി ആണ്. ആൻഡ് x and y are alternative interior angles. So two line AB and CD cut by this transversal, then the forming alternative interior angles x and y are equal here. Therefore we can say that these two lines are parallel. So right, pair of alternative interior angles are equal. Therefore the lines AB parallel to CD. So pair of alternating interior angles are equal, therefore this line is parallel. Parallel ആണ് ചെക്ക് ചെയ്യുന്ന സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെയർ ഓഫ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ആ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. സോ എത്രത്തോളം പ്രോബ്ലം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഓരോ പോർഷൻസും എളുപ്പമായിക്കൊണ്ടേയിരിക്കും. So study deeply, study carefully. We can do more problems on next class and also extra questions. Okay students, now we can conclude today's section. We'll be see you on the next class with more problems. Thank you.